ഓപ്റ്റിമൽ ഹെൽത്തിന്റെ 4 പില്ലേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാണ് പ്രോപ്പർ ന്യൂട്രീഷൻ, നല്ല ആഹാരം. സോ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റുന്നയാളെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വെൽക്കം മിസ്റ്റർ ബാബുരാജ്. ഹലോ. യെസ്, താങ്ക് യു വെരി മച്ച്. നൈസ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, പേര് പറഞ്ഞത് എൻ്റെ പേര് ബാബുരാജ്. പ്രൊഫഷണലി ഞാനൊരു ഡോക്ടറാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ ഹെൽത്ത് ആൻഡ് റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഓരോ സെഷൻ ചെയ്യാൻ എനിക്ക് അവസരം തന്നെ എല്ലാവർക്കും. ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് മരിക്കുന്നിടം വരെ അയാളെ കൊണ്ടു നടക്കുന്നതും ആ വ്യക്തിയുടെ കൂട്ടായിട്ടിരിക്കുന്നതും ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അയാളുടെ ആരോഗ്യം. എത്ര പൈസ ഉണ്ടായാലും ആരോഗ്യം നല്ല ബംഗ്ലാവ് ഉണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്ത കാര്യമില്ല. മന്ത്രിയാണ്, രാജാവാണ്, എന്തൊക്കെ പറഞ്ഞാലും ആരോഗ്യമില്ല. ഈ ജേണി, നമ്മളുടെ ഈ ജീവിതം എന്ന യാത്രയിൽ ആരോഗ്യമില്ലെങ്കിൽ ഭയങ്കര മോശമായി, ഭയങ്കര ദുഷ്കരമായിട്ട്. പക്ഷെ അതിന് നമ്മൾ വേണ്ടത്ര രീതിയിൽ പ്രാധാന്യം, മുൻഗണന കൊടുത്തിട്ടുണ്ട്. സ്വയം ചിന്തിച്ചു നോക്കാം. ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടത്ര മുൻഗണനയോ പ്രാധാന്യമോ കൊടുത്തിട്ടുണ്ട്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഭാഗമായിരിക്കും. ഷുഗറാണോ, എന്തിനും പേടിക്കുന്നത്? ഒരു ഗുളിക തുടങ്ങിയാൽ പോലെ. BP ആണോ, എന്തിനാ, ഇങ്ങ് വരൂ. ഹാർട്ട് പ്രോബ്ലം ആണോ, നമുക്ക് ശരിയാക്കാം. അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഇങ്ങനെയുള്ള സംസാരങ്ങൾ സമൂഹത്തിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ ആ സംസാരങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ സംസാരങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ? അതുകൊണ്ടാണോ നമ്മൾ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്? നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ഫീൽഡ് ആയിക്കോട്ടെ, ഇവരൊക്കെ ശരിക്കും ആരോഗ്യത്തിനെ കുറിച്ചാണോ അവർ ഡീൽ ചെയ്യുന്നത്, അവർ അസുഖങ്ങളെ കുറിച്ചാണോ ഡീൽ ചെയ്യുന്നത്? നമ്മൾ സ്വയം ചിന്തിക്കുക. ഹോസ്പിറ്റൽസ് നമ്മൾക്ക് അസുഖം വരുമ്പോൾ മതി, ഇൻഷുറൻസും നമ്മൾക്ക് അസുഖം വരുമ്പോഴാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, ശരിയല്ലേ? പക്ഷെ ഇവരൊക്കെ മോശമാണോ? ഹോസ്പിറ്റൽസ് വേണം. ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇന്ന് പല ആൾക്കാരും ജീവിച്ചിരിക്കുന്നത്. ഇൻഷുറൻസും വേണം. നമ്മൾക്ക് ആ പ്രശ്നം വരുമ്പോൾ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഇൻഷുറൻസ് കിട്ടും. പക്ഷെ ഇവരൊന്നും നമ്മളുടെ ആരോഗ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, പുറത്തും എങ്ങും നമ്മളുടെ ആരോഗ്യത്തിനെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ളതും സംസാരിക്കുന്നതും ആരുമില്ല. അപ്പൊ എൻ്റെ ആരോഗ്യത്തിൽ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ മാത്രമാണ് എൻ്റെ ആരോഗ്യത്തിനുള്ള ഉത്തരവാദി, വേറെ ആർക്കുമില്ല. അപ്പൊ എൻ്റെ ആരോഗ്യം എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഞാനാണ് എൻ്റെ ഉത്തരവാദി എന്നുള്ളത് സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് ആരോഗ്യത്തിന് മുൻഗണന ഉണ്ടാവും. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളിലേക്ക് എല്ലാം എത്തിക്കുന്നത് എൻ്റെ ആരോഗ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാം താഴ്ന്നു. സോ അപ്പൊ നമ്മളുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനാണ് ഉത്തരവാദി എന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മളുടെ മാനസിക നില, സൂര്യനുമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ, ഈ 5-6 കാര്യങ്ങളാണ് നമ്മളുടെ ആരോഗ്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ. അപ്പൊ അതിന്റെ സ്ഥിതിയൊക്കെ എന്താ? 50-100 കൊല്ലം മുമ്പുള്ള വായുവാണോ ശ്വസിക്കുന്നത്? വെള്ളമാണോ കുടിക്കുന്നത്? ഭക്ഷണമാണോ കഴിക്കുന്നത്? മാനസിക നില എങ്ങനെയാണോ? നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവല്ലേ? സൂര്യനുമായിട്ട് എത്രമാത്രം സൂര്യനെ കാണുന്നു പോലില്ലല്ലോ പല ആൾക്കാർ. സോ നമ്മളുടെ ആരോഗ്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഇതായിരിക്കും. ഇതിൻ്റെയൊക്കെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ, എന്ത് ബേസിൽ ഒരു നോർമൽ ഗുഡ് ഹെൽത്ത് ഓട്ടോമാറ്റിക് ഉണ്ടാവും? നമ്മൾ ചുമ്മാ ജനിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടൊരു ഹെൽത്ത് ഇല്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആരോഗ്യം, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആരോഗ്യം ഇല്ല.
എപ്പോൾ വേണമെങ്കിലും നമ്മളൊരു ഡയബറ്റിക് ആവാം, എപ്പോൾ വേണമെങ്കിലും നമ്മളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആവാം, എപ്പോൾ വേണമെങ്കിലും നമ്മളൊരു BP പേഷ്യൻ്റ് ആവാം, എപ്പോൾ വേണമെങ്കിലും നമ്മളൊരു സ്ട്രോക്ക്. ഇതാണ് ഇപ്പം നിലനിൽക്കുന്ന സത്യമായ അവസ്ഥ. അത് നമ്മൾ ചിന്തിക്കണം. അതായത് ആരോഗ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇനി ഇതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാനാ? അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഒരു പരിധിവരെ നമുക്ക് ഇതിലൊക്കെ ഇടപെടാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആരോഗ്യത്തിന് ബാധിക്കുന്ന ഘടകങ്ങൾ ശരീരത്തിന് എങ്ങനെ ബാധിക്കുന്നു, അതിലെങ്ങനെ നമ്മളെ പവർഫുൾ ആക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. ശരിയല്ലേ? അപ്പൊ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കും. ഒരു ഷുഗർ പേഷ്യന്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ കൂടുതൽ കണ്ടു. അയ്യോ, ഞാൻ ഷുഗർ പേഷ്യന്റ് ആയി. അപ്പൊ ഷുഗർ പേഷ്യന്റ് ആയതല്ല, കൊല്ലങ്ങളോളം എടുത്താണ് ഷുഗർ പേഷ്യന്റ് ആവുന്നത്. BP നോക്കുമ്പോൾ BP കൂടുതലായി. അപ്പൊ BP വരുന്നതല്ല. ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു, അപ്പൊ വന്നതല്ല, കൊല്ലങ്ങളോളം എടുത്താണ് ആ സ്ഥിതിയിലേക്ക് ആയത്. അപ്പോൾ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന്, അപ്പൊ ഇപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ആ ചേഞ്ചുകൾ ശരീരത്തിൽ നടക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കാം. ആ നിലയിൽ ഉള്ളിലേക്ക് ഇറങ്ങി ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് ആ ചേഞ്ചിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാനുള്ള വഴിയൊന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ സ്വയം മനസ്സിലാക്കണം, എൻ്റെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഒരു അസുഖപ്പെട്ടു പോകാം എന്നുള്ള ചിന്ത എനിക്ക് വേണം. അപ്പൊ ഞാൻ അതിന് സീരിയസ് ആയിട്ട് കാണുമ്പോൾ, എപ്പോഴാണ് സീരിയസ് ആയിട്ട് കാണുന്നത്? ഈ അസുഖങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ നമ്മളതിന് സീരിയസ് ആവും. അപ്പോഴാണ് നമുക്ക് ശരിയായ ആരോഗ്യത്തിലേക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആരോഗ്യം നേരത്തെ കണ്ടതുകൊണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടതുകൊണ്ടോ, അത് കണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടോ നമ്മൾ അതിൽ നിന്നും പുറത്തു കടക്കാൻ വളരെ പ്രയാസം. നേരത്തെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഇതൊക്കെ പെട്ടുപോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്, ഞാൻ ഇപ്പോഴേ അതിനു വേണ്ടി ശ്രമിച്ചാലും മാത്രമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ശരിയായ ആരോഗ്യത്തിന് വേണ്ട ഘടകങ്ങൾ? പോഷകമൂല്യമുള്ള ഭക്ഷണമാണ് ഒന്ന്. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. ആഴ്ചയിൽ ഒരിക്കൽ പോയി നമ്മൾ 5-6 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. റെഗുലർ ആയിട്ട് 20 to 30 മിനിറ്റ്സ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതിനാണ് റിസൾട്ട് വരും. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. ആഡിക്വേറ്റ് ആയിട്ട് റിലാക്സേഷൻ സ്ലീപ്പ്. നമുക്ക് നല്ല ഉറക്കം വേണം, ഒരു റിലാക്സേഷൻ വേണം. ദെൻ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, നല്ലൊരു മെന്റാലിറ്റി വേണം, സ്ട്രെസ്ഫുൾ അല്ലാത്തൊരു മെന്റാലിറ്റി വേണം. ഈ 4 ഘടകങ്ങൾ, ഈ 4 പില്ലേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 4 പില്ലേഴ്സിൽ നമ്മളുടെ മെന്റാലിറ്റി ആയിക്കോട്ടെ, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ആയിക്കോട്ടെ, റിലാക്സേഷൻ ആയിക്കോട്ടെ, ഇത് മൂന്നും നമ്മൾക്ക് ഇടപെടാൻ പറ്റും. നമ്മളുടെ പോഷകമൂല്യമുള്ള ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ കയ്യിലല്ല, നമ്മളുടെ ചുറ്റുപാടും കിട്ടുന്ന ഭക്ഷണത്തിനെ ആശ്രയിക്കേണ്ടി വരും. അവിടെയാണ് നമ്മുടെ ചലഞ്ച്. പോഷകമൂല്യ ഭക്ഷണം നിർബന്ധമാണ്. ഇന്ന് അതാണ് നമ്മുടെ ചർച്ച. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ആങ്ഷ്യസ് ആവുന്നത്, ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ അപ്പം എനിക്ക് ഹെൽത്ത് കിട്ടില്ലേ, ഇത് പോരെ, ഇത് മതിയില്ലേ, ഇങ്ങനെ കുറേ ഡൗട്ടുകൾ കിടക്കുന്നു. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, നമ്മളൊരു സ്ലൈഡ് വഴി നമുക്ക് പോകാം, അതായിരിക്കും എളുപ്പം. ഓക്കെ, റെഡി? കാണാലോ അല്ലേ? യെസ്, കാണാം. ഓപ്പൺ ആയില്ല ഫുള്ള്. ഓക്കെ. ഓക്കെ, നമ്മളിപ്പോൾ ഭക്ഷണം മാത്രം മതിയോ? അതിൻ്റെ കൂടെ എന്തെങ്കിലും സപ്ലിമെന്റുകൾ വേണോ? അപ്പോൾ എന്താണ് സപ്ലിമെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംതിങ് എക്സ്ട്രാ. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ട്യൂഷൻ കൊടുക്കുന്ന പോലെ നമ്മൾ പഠിക്കാൻ പോകുന്നു, പക്ഷേ എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കുന്നു, അതിനാണ് സപ്ലിമെന്റേഷൻ. ഫുഡിൻ്റെ കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഫുഡ് സപ്ലിമെന്റേഷൻ. സോ എന്തിന് ഫുഡ് സപ്ലിമെന്റ് ചെയ്യണം? ഇതൊക്കെ ആവശ്യമുള്ളതാണോ? ഇതാണ് നമ്മളുടെ സംശയങ്ങൾ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഫുഡ് എന്തിനാ കഴിക്കണമെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ജീവിക്കാൻ. നമുക്ക് 2 രീതിയിൽ ജീവിക്കാം. ജസ്റ്റ് അങ്ങനെ ജീവിച്ചു പോകാം, ഹെൽത്തി ആയിട്ട് ജീവിക്കാം. അങ്ങനെയുണ്ട്. അപ്പൊ
സംശയം വരുന്നത് എന്താ? ഇപ്പോ ഞാൻ കഴിക്കുന്നത് കൊണ്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇതാണ് യഥാർത്ഥ ഡൗട്ട്. ഇപ്പൊ ഞാൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റില്ലേ? ആ ഡൗട്ടുകളിലേക്കും അതിന്റെ ക്ലാരിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇപ്പൊ നമ്മൾ കഴിക്കുന്നത് എന്തൊക്കെയാണ്? അതിന് നമ്മൾ റെഗുലർ ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന റെഗുലർ ഡയറ്റ് എന്ന് പറയാം. പക്ഷേ നമ്മളെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വിശപ്പ് വേണം, അല്ലെങ്കിൽ ക്ഷീണം വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് വേണം. വിശപ്പും ക്ഷീണവും ഇല്ലെങ്കിലും നമ്മൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിരിക്കും. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എങ്കിൽ നമ്മളുടെ മുന്നിൽ വരുന്ന കഴിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിക്കുന്നു. അതാണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന റെഗുലർ ഡയറ്റ്. അത് എങ്ങനെയിരിക്കും? ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ റെഗുലർ ഡയറ്റ്. മിക്കവാറെല്ലാം തന്നെ കുക്ക്ഡ് ആയിരിക്കും, വേവിച്ചതായിരിക്കും, ചിലത് പ്രോസസ്ഡ് ആയിരിക്കും, ചില അഡിറ്റീവ്സ് ഉണ്ടാവും, ചില പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ശരിയാണ്, ഈ രീതിയിലൊക്കെ തന്നെയാണ് ഞാനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ? ഇതൊന്നും എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടില്ലേ? സോ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ തീന്മേശയിൽ ഭക്ഷണമായിട്ട് ഈ കാര്യങ്ങൾ എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ഭക്ഷണത്തിന്റെ നിലവാരം നമ്മൾ അറിയാൻ പോകുന്നത്. സോ അതിനെ നമ്മൾ പറയുന്നത് ഫാം ടു ടേബിൾ ചലഞ്ചസ് എന്ന് പറയും. എന്താണ് ഫാം ടു ടേബിൾ? നമ്മളുടെ കൃഷിയിടത്തിൽ നിന്ന് നമ്മളുടെ തീന്മേശയിൽ എത്തുന്നതിനും വരെയുള്ള ചലഞ്ചസ്. ആദ്യത്തെ ചലഞ്ച് എന്താ? സോയിൽ ഡിപ്ലീഷൻ. അതായത് സോയിൽ, മണ്ണിന്റെ പോഷകമൂല്യം ഇല്ലായ്മ. അതെങ്ങനെയൊക്കെ വരുന്നത്? ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, കാട് വെട്ടിത്തെളിക്കുക, മരങ്ങൾ വെട്ടിത്തെളിക്കുക, ഇതൊക്കെ കുറെ ആവശ്യങ്ങളുണ്ട്. ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് വീട് വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ മേൽമണ്ണുകൾ പലതും പോവും, അതിന്റെ മണ്ണിന്റെ ഫലഭൂയിഷ്ടി പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. രണ്ടാമത്തത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കൃഷി. നമ്മൾ ആലോചിക്കേണ്ടത്, പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്, എത്രയോ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. പക്ഷെ കൃഷിയിടം അതനുസരിച്ച് കൂടിയിട്ടുണ്ടോ? പക്ഷെ എല്ലാവർക്കും പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അതെങ്ങനെ സാധ്യമാവുന്നു? അത് സാധ്യമാവുന്ന ഒരേ കൃഷിയിടത്തിൽ വീണ്ടും വീണ്ടും അടുപ്പിച്ച് കൃഷി ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. പിന്നെയോ എക്സസീവ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിച്ച് മാത്രമാണ് നമുക്കിത് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് റിപ്പീറ്റ്. പണ്ട് എന്ന് പറഞ്ഞാൽ കൃഷി ഇറക്കി കൊയ്ത് കഴിയുമ്പോൾ കുറച്ചു കാലത്തേക്ക് മണ്ണ് അവിടെ ഇട്ടിരിക്കും, പച്ചിലകളും എല്ലാം വെട്ടി അവിടെ കുറച്ചു കാലം ആ മണ്ണ് അവിടെ ഇട്ടേക്കും, വീണ്ടും ഫലഭൂയിഷ്ടിയാകാൻ. ഇന്ന് അതിന് സമയമില്ല. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൃഷി ഇറക്കുമ്പോൾ മണ്ണിന്റെ ഗുണം കുറയുന്നു. പിന്നെ നമുക്ക് ആവശ്യം കൂടുതൽ ഫലമുണ്ടാവണം. അതിനുവേണ്ടി എക്സസീവ് ആയിട്ട് ഫെർട്ടിലൈസേഴ്സ്, നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് സത്യം. പക്ഷെ ഇതെല്ലാം മണ്ണിന്റെ ഗുണം കുറയുന്നുണ്ട്. അപ്പം ഒന്ന്, ഈ സോയിൽ ഡിപ്ലീഷൻ, മണ്ണിന്റെ ഗുണം കുറയുന്നുണ്ട്. അതായത് അതിന്റെ മൂലകങ്ങൾ, അതിന്റെ പോഷക മൂല്യം നഷ്ടപ്പെടുന്നു. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, മണ്ണിലെ ഈ പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഈ മണ്ണിലുള്ള പോഷകങ്ങള് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിനാക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിനെ സോയിൽ മൈക്രോബ്സ് എന്ന് പറയും. അതിൽ കുറേ ജീവജാലങ്ങളുണ്ട്. ഈ അണുക്കളുണ്ട്. ഈ അണുക്കളാണ് നമ്മൾക്ക് മണ്ണിലുള്ള പോഷകങ്ങളെ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിനാക്കി കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കുറേ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ, ക്ലീനിങ് സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം മണ്ണിൽ ചെല്ലുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് വരെ മണ്ണിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങളെ, അണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ അലക്കുകല്ല് ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റുപാടും സോപ്പ് വീണ് നമുക്ക് കാണാം, അതിന്റെ പുല്ല് പോലും മുളയ്ക്കുന്നില്ല. നമ്മൾ നോക്കേണ്ടത് മണ്ണില് എത്ര മണ്ണരയിൽ ഇപ്പൊ കാണുന്നുണ്ട്? മണ്ണരയിലെ കാണുന്നില്ല. മണ്ണര കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം മണ്ണരയ്ക്ക് ആ മണ്ണിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് ക്വാളിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന്, അതിന്റെ ഗുണം കുറഞ്ഞു. രണ്ടാമത്, ആ ഉള്ള ഗുണം ചെടികൾക്ക് എത്തിക്കാൻ പാകത്തിന് പറ്റുന്നില്ല, അതിന്റെ അണുക്കളും പോകുന്നു. സോ അപ്പം ഈ മണ്ണിലുണ്ടാവുന്ന ചെടികൾ, അതിലുണ്ടാവുന്ന കായ്കനികളിൽ ഇതേ ഗുണം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. സോയിൽ ഡിപ്ലീഷൻ വഴി പോഷക മൂല്യങ്ങളുടെ അളവ് കുറയുന്നുണ്ട്. ആദ്യത്തെ. രണ്ടാമത്തെ ചലഞ്ച് നോക്കിക്കേ, ഫുഡ് മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയിടത്തിൽ നിന്ന് നമ്മളുടെ അടുത്തെത്തുന്ന ആ ദൂരം. അതിലെന്തൊക്കെ സംഭവിക്കുന്നുണ്ട്?
കൃഷി ഇറക്കി നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ ആ വിളവെടുക്കുന്ന വ്യക്തി അവിടെ കുറച്ച് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം. നമ്മൾ താമസിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഇടത്തേക്ക് അത് കൊണ്ടുവരണം. ആ സമയത്തുള്ള ചൂട് കൊള്ളുന്നു, പ്രഷർ വരുന്നു, അങ്ങനത്തെ സ്ഥിതികളിൽ കടന്നു പോകുന്നു. പിന്നെ നമ്മളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ കടക്കാരൻ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇഷ്ടമുള്ളപ്പോഴാണ് പിന്നെ വാങ്ങുന്നത്. ഒരു കൃഷി നമ്മളിത് വിളവെടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ തന്നെ അതിന് 30% നഷ്ടപ്പെടും. അപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷനിലും ചൂടുകൊള്ളതിലും പ്രഷറിൽ വരുമ്പോഴേക്കും എത്രയും നഷ്ടപ്പെടുന്നു? 3 ദിവസം കഴിയുമ്പോൾ തന്നെ 30% പോകുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ ഒരുപാട് അങ്ങനെ നഷ്ടപ്പെടുന്നു. പിന്നെ നമ്മൾ ഇഷ്ടമുള്ളപ്പോഴാണ് വാങ്ങുന്നത്. പിന്നെ നമ്മൾ വാങ്ങിയിട്ട് എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു. അതെന്താ? നമ്മൾ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു. അപ്പൊ ആ ടെമ്പറേച്ചറിൽ ചേഞ്ചസ് വരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഇഷ്ടമുള്ളപ്പോഴാണ് എടുക്കുന്നത്, അപ്പോഴും ഡിലേ വന്നു. പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? നല്ല വെള്ളത്തിൽ തറവായിട്ട് കഴുകണം. പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യണം. വെള്ളത്തിൽ തറവായിട്ട് നമ്മൾ കഴുകുമ്പോൾ വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസും മിനറൽസും കുറെ പോകും. ഇനി ഹൈ ടെമ്പറേച്ചർ വെള്ളത്തിലിട്ട് കുക്ക് ചെയ്യുമ്പോഴും ഹൈ ടെമ്പറേച്ചറിൽ കുറെ പോകും. അപ്പൊ ബാക്കി എന്തുണ്ടാവുക? വിശപ്പടക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും വിശപ്പടങ്ങുന്നുണ്ട്. എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം പോഷകമൂല്യങ്ങളുടെ കുറവ് വരുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മണ്ണിന്റെ ഇത് ഓരോ ഘടകങ്ങൾ, ഇപ്പൊ കാർബൺ, നൈട്രജൻ, ഓരോ എത്ര പെർസെന്റേജ് കുറവുണ്ടെന്ന് നോക്കിക്ക്. ഇതെല്ലാം പ്രൂവ്ഡ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മണ്ണിൽ അളന്ന് കാർബണിന്റെ അളവ് 85%, നൈട്രജൻ 97%. ഈ നൈട്രജന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ, നൈട്രജൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾക്ക് വൈറ്റമിൻസ് വൈറ്റമിൻസ് ഉണ്ടാക്കാൻ ചെടികൾ ഉപയോഗിക്കുന്നു. ഫോസ്ഫറസിന്റെ കുറവ്, പൊട്ടാസ്യത്തിന്റെ കുറവ്, ഇതെല്ലാം നാഷണൽ ലെവലിൽ നടത്തിയ ടെസ്റ്റുകളുടെ ഭാഗമാണ്. നൈട്രജന്റെ ഓരോ സ്റ്റേറ്റ് വൈസ് നൈട്രജന്റെ അളവ് നോക്കിക്കോ. ഓരോ സ്റ്റേറ്റ് വൈസ് ആണ്. ചില മണ്ണുകളിലൊന്നും നൈട്രജൻ ഇല്ല. ഈ നൈട്രജന്റെ കണ്ടന്റ് വളരെയധികം കുറയുന്നു. ഇതെല്ലാം ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് പ്രൂവ്ഡ് ആണ്, മണ്ണിൽ ഇല്ല എന്നുള്ളത്. കാർബണിന്റെ അളവ് പല സ്റ്റേറ്റ് വൈസ് 95%, 3% പല സ്റ്റേറ്റിലും കുറവുണ്ട്. സിക്കിമിലാണ് ഏറ്റവും കുറവ് ഇതിന്റെ അഫക്ട് ചെയ്തായിരുന്നു. അതവിടെ ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ ഫോസ്ഫറസിന്റെ അളവ്, ഇതെല്ലാം ഇപ്പൊ ഇങ്ങനെ ഓരോ മിനറൽസിന്റെയും കുറവുകൾ ടെസ്റ്റ് ചെയ്ത് പ്രൂവ്ഡ് ആണ്. ഇനി ഇതൊക്കെ ശരിയാണ്, മണ്ണിൽ കുറവുണ്ടെന്നുള്ളത്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റണ്ടേ? ഈ ഓരോ ചെടികൾ നോക്കിക്കേ. ആദ്യത്തെ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി ഉള്ള ചെടി നമ്മൾ കാണുന്നതാണ് ഈ ടൈപ്പ് ഇലകൾ. ഇത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഫോസ്ഫറസിന്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നുണ്ട്. മെഗ്നീഷ്യത്തിന്റെ കുറവ് നോക്കിക്കേ, ആ ഇല നമ്മൾ കാണുന്നുണ്ട്, സ്ഥിരം കാണുന്നതാണ്. കാൽസ്യത്തിന്റെ കുറവ്, ഇല ചുരുണ്ടിരിക്കും. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ ചുരുണ്ടിരിക്കുന്നത് കാൽസ്യത്തിന്റെ കുറവാണ്? പൊട്ടാസ്യത്തിന്റെ കുറവ്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതാരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യം. അപ്പോൾ ഇതേ കുറവ്, ഈ ഇലകൾ ഇങ്ങനെയാണെങ്കിൽ അതിലുണ്ടാവുന്ന കായ്കനികളിലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. ശരിയല്ലേ? നമ്മൾ സ്വയം ചിന്തിക്കുക. ഇത് ബ്രിട്ടീഷ് ഫുഡ് ജേണൽ അവർ നടത്തിയ ഒരു സ്റ്റഡിയാണ്. അവരുടെ പൊട്ടറ്റോയിൽ, അതായത് ഉരുളക്കിഴങ്ങിൽ നടത്തിയ കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് ഉരുളക്കിഴങ്ങിൽ വന്ന പോഷകങ്ങളുടെ വ്യത്യാസം. വൈറ്റമിൻ എ 100% ഇല്ലാണ്ടായി, വൈറ്റമിൻ സി 87%, കാൽസ്യം 28%, റൈബോഫ്ലാവിൻ ഒരു ബി കോംപ്ലക്സ് വൈറ്റമിൻ 50%, തൈമിൻ 28%. ഇതെല്ലാം പൊട്ടറ്റോ, ഇത് ഉരുളക്കിഴങ്ങിന്റെ അടുത്ത് കാണിച്ചത് മാത്രമേ. വേറെ എല്ലാ വെജിറ്റബിൾസിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. ഇത് പ്രൂവ്ഡ് ആണ്, ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് നടക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടുന്ന അയഡിൻ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ അയഡിൻ ഉപ്പിലിട്ട് തരുന്നത്. ഹീമോഗ്ലോബിൻ കുറവുണ്ടായിട്ട് എത്രയോ ആളുകൾ എനിക്ക് അയൺ കുറവാണ്, ഇതെല്ലാം ഫുഡിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ അയണും അയഡിനും മാത്രമല്ലല്ലോ, എത്രയോ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇതൊക്കെ ആരാ ടെസ്റ്റ് ചെയ്യാൻ പോണത്? ആരും ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് കോമൺ സെൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇനി കുക്ക് ചെയ്യുന്നു. നമ്മൾ ഹൈ ബോയിൽ വെള്ളം തിളപ്പിച്ച് ഇനി അത് കഴിഞ്ഞ് അതിൽ വേണ്ട ഓയിൽ ആഡ് ചെയ്യുന്നു, ചില സ്പൈസുകൾ ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും 40-50% പല ന്യൂട്രിയൻസും ഇല്ലാതായി പോകുന്നുണ്ട്. അത് കുക്കിങ്ങിലേക്ക് വരുമ്പോൾ
ഇനി പ്രോസസിങ്, ഇത് ഇൻഡസ്ട്രിയലൈസ്ഡ് നമ്മൾ ഫുഡ് കിട്ടുന്നതാണ്. ഇൻഡസ്ട്രിയൽ ഇവിടെ ഹൈ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷറിൽ കുക്ക് ചെയ്യുന്നു. ഇതിൽ പല പ്രോട്ടീനുകളും അതിന്റെ ടെക്സ്ചർ തന്നെ മാറുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ കുക്ക് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീനും ഗ്ലൂക്കോസും കൂടി കമ്പൈൻ ചെയ്ത് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ചില ഐറ്റംസ് ഉണ്ടാകുന്നുണ്ട്. ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്റ്റ്, ഇത് നമ്മൾ കേൾക്കുക, ഇത് നിങ്ങൾ സെർച്ച് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റുക. ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് അത് ബോഡി ഫ്രണ്ട്ലി അല്ല, ബോഡിക്ക് ഒരുപാട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളും അതുവഴി ഉണ്ടാകുന്നുണ്ട്. സോ നമ്മൾ ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ തീന്മേശയിൽ എത്തുമ്പോഴേക്കും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം ന്യൂട്രിയൻസ് ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട്, വിശപ്പടങ്ങുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്, എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ ന്യൂട്രിയൻസിന്റെ അവസ്ഥ ഒന്ന് നോക്കുകയാണ്. ഇതാണിപ്പോ നമ്മൾ കഴിക്കുന്ന, അത് നമ്മൾ കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥ. ഇനി ശരീരം നമ്മൾക്ക് എന്തിനാ വിശപ്പുണ്ടാക്കുന്നത്? അതിന് ജസ്റ്റ് എനർജി കിട്ടാനോ ക്ഷീണം മാറാനോ വേണ്ടി മാത്രമാണോ? അത് പല കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇത് എനർജിക്ക് വേണ്ട മെറ്റീരിയൽസ്, ബോഡി ബിൽഡിങ്ങിന് റിപ്പയറിന് വേണ്ട മെറ്റീരിയൽസ്, ബോഡിയുടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, അതിന് വേണ്ട മെറ്റീരിയൽസ്, ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വേണ്ട പ്രൊട്ടക്ഷൻ, ഇതിനെല്ലാത്തിനും വേണ്ട മെറ്റീരിയൽസും കൂടെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ബോഡി വിശപ്പുണ്ടാക്കുന്നത്. അതെല്ലാം കിട്ടുന്നു വിചാരിച്ചിട്ടാണ് ബോഡി അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിനെല്ലാം അതിന്റെ ഓൾട്ടർ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ബോഡി അന്വേഷിക്കുന്ന മെറ്റീരിയൽസ്? കാർബോഹൈഡ്രേറ്റ്, അന്നജം, പ്രോട്ടീൻ, ഫാറ്റുകൾ, നല്ല ഫാറ്റുകൾ, വൈറ്റമിൻസ്, മിനറൽസ്, നല്ല വെള്ളം, ഫൈബർ, ഇതെല്ലാം അന്വേഷിച്ചിട്ടാണ് ബോഡി. അപ്പൊ ഇതെല്ലാം ബോഡിക്ക് ആവശ്യമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് വിശപ്പുണ്ടാക്കുന്നത്. ഇതെല്ലാം ഒരു ബാലൻസിൽ വേണം എത്താനായിട്ട്. ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവുണ്ടായിട്ട് കാര്യമില്ല, ഇതൊരു ബാലൻസിൽ. അതിനാണ് നമ്മുടെ ബാലൻസ്, അതുകൊണ്ടാണ് ഇതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇത് ഒരു നോർമൽ ഒരു വ്യക്തിക്ക് ഹെൽത്തി ആയിട്ട് വെക്കണമെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഒരു പ്ലേറ്റ് ഇങ്ങനെ ആയിരിക്കണം. ഒരു പ്ലേറ്റിൽ പകുതിയും ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഉണ്ടാവണം, ബാക്കി വരുന്ന പകുതിയുടെ പകുതി അതിൽ ധാന്യങ്ങളാവാം. പക്ഷേ ഈ അരി, ഗോതമ്പ്, അങ്ങനത്തെ ധാന്യങ്ങൾ, ഈ ധാന്യങ്ങൾ പക്ഷേ തവിടുള്ളതായിരിക്കണം. അതിനാണ് ഹോൾ ഗ്രെയിൻ, തവിടുള്ള ധാന്യങ്ങൾ. കാർബോഹൈഡ്രേറ്റ് വേണം, അന്നജം വേണം, പക്ഷെ അതിന് തവിടുള്ള അന്നജമാണ് വേണ്ടത്. പിന്നെ ബാക്കി വരുന്ന പകുതി പ്രോട്ടീൻ വേണം, നല്ല പ്രോട്ടീനുകൾ വേണം. പിന്നെ വെള്ളം വേണം. ഓരോ 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം വേണം. നമ്മൾ ദാഹം വരുമ്പോൾ മാത്രമാണ് കുടിക്കുന്നത്. 1 ലിറ്റർ ആണോ 2 ലിറ്റർ ആണോ ആരവിടെ നോക്കുന്നത്? അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ആവശ്യമുണ്ട്. പിന്നെ നല്ല ഓയിൽ, നല്ല ഹെൽത്തി ഫാറ്റുകൾ വേണം. ഇതായിരിക്കണം ഒരു പ്ലേറ്റ്. ഇതനുസരിച്ചാണോ ഇതാരാ നോക്കുന്നത്? ഇതനുസരിച്ചല്ലല്ലോ നോക്കുന്നത്. സോ ഇനി നമ്മൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, നമ്മൾ കഴിക്കുന്നതും ബോഡി ഡിമാൻഡ് ചെയ്യുന്നതും. സോ ഇതിലെന്താ മനസ്സിലായത്? നമ്മൾ കഴിക്കുന്നത് ഇതൊക്കെ ശരിയാണ്. അപ്പോ എല്ലാ തരത്തിലും പലതരം ന്യൂട്രിയൻസിന്റെയും കുറവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള രീതിയിൽ, ചിലത് ഡെഫിഷ്യന്റ് ആവാൻ സാധ്യതയുള്ള രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ? ഇതാണ് സത്യം. പക്ഷെ ഇത് നമ്മൾ ശീലിച്ചു പോയി. ഈ രീതിയിലാണ് ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഒരു പരിധിവരെ നമുക്ക് ഇടപെടാൻ പറ്റും, പക്ഷെ അതൊക്കെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് ഇപ്പൊ ഇത് നമ്മൾ കണ്ടു, നമ്മൾ കഴിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിന്റെ ഒരു ക്വാളിറ്റി, അതായത് ഈ പറഞ്ഞത് ശരിയാണോ? ഇതിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ഇൻസഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇനി പറയുന്നത്. നമ്മൾ ഇന്ത്യൻ ഡയറ്റിന്റെ ന്യൂട്രീഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, 70 to 80% ആളുകൾക്ക് പ്രോട്ടീൻ കുറവുണ്ട്. വൈറ്റമിനെ 60% മുതൽ 70% ആൾക്കാർ ഡെഫിഷ്യന്റ് ലെവലിൽ പോകുന്നു. വൈറ്റമിൻ ഡി 70%, 90% ഡെഫിഷ്യന്റ്, ഇൻസഫിഷ്യന്റ്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അയൺ കുറവ്, മെഗ്നീഷ്യം കുറവ്, ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് സത്യം. സോ ഇതാണ് ഇന്നത്തെ നമ്മളുടെ സ്ഥിതി. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ കുറവുകൾ കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്, കിട്ടുന്നുണ്ട്. പക്ഷെ ബോഡി ഡിമാൻഡ് ചെയ്യുന്ന അളവിൽ കിട്ടുന്നില്ല. അതിന് പറയുന്ന പേരാണ് ഇൻസഫിഷ്യൻറ്റ്. തീരെ കുറവുന്നതിന് ഡെഫിഷ്യന്റ് എന്ന്. പലതും ഡെഫിഷ്യൻസി ലെവലിൽ വരെ ഉണ്ടെന്നുള്ളതാണ് സത്യം. സോ അപ്പൊ നമ്മൾ കൊടുക്കുന്നതൊന്ന്, ബോഡിയുടെ ഡിമാൻഡ് ഒന്ന്. ബോഡിയുടെ ഡിമാൻഡിനനുസരിച്ചുള്ള അളവിൽ എത്തുന്നില്ല. അപ്പോൾ സപ്ലൈ ഡിമാൻഡ് വേറെ വേറെ ആവുന്നു, അവിടെ ഒരു കുറവ് വരുന്നു. അതിന് പറയുന്ന പേരാണ് ന്യൂട്രീഷണൽ ഗ്യാപ്പ്. കൊടുക്കുന്നതും ഡിമാൻഡും വേറെ വേറെ, കൊടുക്കുന്നതിന്റെ അളവിൽ എത്തുന്നില്ല, അപ്പൊ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഉണ്ടാവും.
ഈ ന്യൂട്രീഷണൽ ഗ്യാപ്പ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ അതിന്റെ വേണ്ടത്തിൽ കിട്ടിക്കോളും നമ്മൾ മൈൻഡ് ചെയ്യാതെ എടുക്കുമ്പോൾ ഈ കുറവ് ഇല്ലാതെ വരുമ്പോൾ ശരീരമാവുന്ന മെഷീന് കേടുപാടുകൾ ഉണ്ടാവും. ഒരു ദിവസം കിട്ടി കുറവ് എന്നല്ല, കുറച്ച് കാലങ്ങളോളം ഇത് ബോഡി അനുഭവിക്കേണ്ടി വരുമ്പോൾ പല പ്രശ്നങ്ങളിലേക്കും, പല ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കും, പല ഓട്ടോമിൻ ഡിസീസിലേക്കും, പല ഇമ്മ്യൂൺ പ്രോബ്ലത്തിലേക്കും നമ്മൾ കടക്കും. ഇത് കോമൺ സെൻസ് അല്ലേ? ഇത് ഒരു മെഷീൻ നോർമലായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആ മെഷീന് വേണ്ട മെറ്റീരിയൽ എത്തിക്കുക, അത് കോമൺ സെൻസ് ആണ്. ശരീരവും ഒരു മെഷീനാണ്. അതിനുവേണ്ട മെറ്റീരിയൽസ് അന്വേഷിച്ച് വിശപ്പുണ്ടാക്കുന്നു, അതിനുവേണ്ട മെറ്റീരിയൽസ് കിട്ടുന്നു വിചാരിച്ച് നമ്മൾ കഴിക്കുന്നു. പക്ഷെ നമ്മൾ കൊടുക്കുന്നതെല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ന്യൂട്രീഷണൽ ഗ്യാപ്പ് സ്ഥിരമായിട്ട് കുറെ നാൾ കൊണ്ടുപോകുമ്പോൾ ബോഡി പല പ്രശ്നങ്ങളിലേക്കും ഇടപെടുന്നു. സോ ഇനി നമ്മൾ മനസ്സിലായി, അതായത് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് പലതിൻ്റെയും കുറവുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇനി മനസ്സിലാക്കുന്നത് ഏത് രീതിയിൽ ഇതിനെ നികത്തണം, ഏത് അളവിൽ ശരീരത്തിൽ ന്യൂട്രീഷൻസ് എത്തിക്കണം, ഏത് രീതിയിൽ എത്തിച്ചാലാണ് ശരീരത്തിന് അത് ഉപയോഗപ്പെടുക, അതറിയണമെങ്കിൽ കുറച്ച് നമ്മൾ അതിൻ്റെ ലെവലുകൾ അറിയണം, ന്യൂട്രീഷൻസിന്റെ ലെവലുകൾ അറിയണം. ഒന്ന്, ആദ്യത്തെ RDA എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. അതായത് കുറവില്ലായ്മ, അതായത് ആ ഒരു ന്യൂട്രിയൻസിന്റെ കുറവ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതിന് ആ അളവാണ് RDA, റെക്കമെൻഡഡ്. ജസ്റ്റ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ നടന്നു പോകണം, അതിനെ പറയുന്നത് RDA. സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന രീതിയിൽ വർക്ക് നടക്കണം, അതിന് സഫിഷ്യന്റ് എന്ന് പറയും. ഒപ്റ്റിമൽ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വർക്കും പല ചലഞ്ചസ്, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാവുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജാണ് ഒപ്റ്റിമൽ ലെവൽ. ഇനി തെറാപ്യൂട്ടിക് ലെവൽ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് പർപ്പസ്, ചികിത്സാ പർപ്പസ്. ടോക്സിക് ലെവൽ എന്ന് പറഞ്ഞാൽ ബോഡിക്ക് തന്നെ ഹാനികരമാവുന്ന ലെവലാണ്. ഈ ലെവലുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതൊരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ഇപ്പോൾ വൈറ്റമിൻ D റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ജസ്റ്റ് മിനിമം വേണ്ടത് 600 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. സേഫ് ആയിട്ട് അപ്പർ ലിമിറ്റ് ഉണ്ട് എല്ലാം, ആ ലെവൽ വരെ കൊടുക്കാം, വിഷയങ്ങളും ഉണ്ടാക്കില്ല. അത് 4000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. അപ്പോൾ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഡെയിലി 600 ഇന്റർനാഷണൽ യൂണിറ്റ് ബോഡിയിൽ ഉണ്ടാവണം, ബോഡിയിൽ കിട്ടണം. 4000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് സേഫ് അപ്പർ ലിമിറ്റ്. ഇതിനിടയ്ക്ക് എവിടെ ചെന്നാലും നമുക്ക് വിഷയമില്ല. ടോക്സിക് ലെവൽ എന്ന് പറഞ്ഞാൽ അത് 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് ഡെയിലി സെവറൽ മന്ത്സ് കഴിക്കുമ്പോഴാണ് അത് ടോക്സിക് ലെവലിലേക്ക് പോകുന്നത്. ഇനി ഡെഫിഷ്യന്റ് ആവണം എപ്പോഴാണ്, കുറവ് അനുഭവപ്പെടുന്ന എപ്പോഴാണ്, ബ്ലഡിലെ അളവ് 20 നാനോഗ്രാമിൽ താഴെ പോയി കഴിഞ്ഞാൽ അത് കുറവെന്ന് പറയും. ഈ 20 നാനോഗ്രാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ലെവലാണ് ഈ RDA ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നോർമലായിട്ട് ജസ്റ്റ് നടന്നു പോകാനുള്ള ലെവലാണ് ആ ലെവൽ എന്ന് പറഞ്ഞാൽ. സഫിഷ്യന്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 നാനോഗ്രാമിൽ എബവ് ആയിരിക്കണം. ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാലോ ഡെഫിഷ്യന്റ് ലെവലിനേക്കാൾ, അതായത് 20 നാനോഗ്രാമിനേക്കും കൂടുതലായിരിക്കണം, 30 നാനോഗ്രാമിന് കുറവായിരിക്കണം. അപ്പോൾ ഇൻസഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സഫിഷ്യന്റ് 30 നാനോഗ്രാം ആൻഡ് എബവ്, ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 30 നാനോഗ്രാമിൽ കുറവ് പക്ഷേ 20 നാനോഗ്രാമിൽ കൂടുതലായിരിക്കും. 20 നാനോഗ്രാമിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഡെഫിഷ്യന്റ് ആണ്. ഒപ്റ്റിമൽ ലെവൽ എന്ന് പറഞ്ഞാൽ 40 to 80 നാനോഗ്രാമും. അതിലുള്ള ഗുണം ആന്റി ഏജിങ് ആണ്, നമ്മുടെ ഡെത്ത് റേറ്റ് കുറയ്ക്കുന്നു. ഇതെല്ലാം ഈ ലെവലിൽ വരുന്നത്. പ്രൊഡക്റ്റീവ്, ഏത് ചലഞ്ചസിനും ഫേസ് ചെയ്യാവുന്ന ചലഞ്ച്. അപ്പോൾ ഈ ലെവലുകൾ നമ്മളൊന്ന് അറിഞ്ഞിരുന്നു. ടോക്സിക് ലെവൽ 100 നാനോഗ്രാം ആൻഡ് എബവ് വന്നതിൽ ടോക്സിക്, അത് ബോഡീനെ റിവേഴ്സ് ആയിട്ട് ബാധിക്കും. ഇനി ഓരോ ലെവലിൽ പോകുമ്പോൾ ബോഡിയിലെ സിംബോളിക് ആയിട്ട് RDA ലെവലിൽ ഇപ്പൊ ഈ ഒരു വീല് കാണിച്ചിരുന്ന ബോഡിയിലെ പ്രവർത്തനങ്ങൾ RDA ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വീൽ ഇങ്ങനെ ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കും. ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് നിന്നു പോകും. അപ്പോൾ ഡെഫിഷ്യന്റ് RDA ലെവലിൽ താഴെ പോകുന്നു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ ചിലത് നിന്നു പോകും. സഫിഷ്യന്റ് ലെവൽ പറഞ്ഞാൽ കൊള്ളാവുന്ന രീതിയിൽ പ്രവർത്തനം ഉണ്ട്, നല്ല രീതിയിൽ വീല് കറങ്ങും. ഒപ്റ്റിമൽ ലെവൽ എന്ന് പറഞ്ഞാലോ ഏത് ചലഞ്ച് ഉണ്ടായാലും ഇതിങ്ങനെ പവർഫുൾ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് സിംബോളിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി ഇപ്പം നമ്മൾക്ക് ഏത് ലെവലിൽ കൊടുക്കണം, ഈ ഏത് ലെവലാണ്, ഓരോ ലെവലുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഓരോ ലെവലുകളിൽ ബോഡിയിലേക്ക് ന്യൂട്രീഷൻസ് എത്തുമ്പോൾ അതെങ്ങനെയാണ് ബോഡി യൂട്ടിലൈസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും വ്യക്തത ഉണ്ടാവുന്നത് എങ്ങനെ നമ്മൾ ഏത് ലെവലിൽ ന്യൂട്രീഷൻ എത്തിക്കണം. ഇതുവരെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും.
ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, പരിചയമുണ്ടാവാൻ സാധ്യതയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഓരോ വൈറ്റമിൻസും മിനറൽസും ഒരു വർക്ക് മാത്രമല്ല, പല വർക്കുകളുണ്ട്. ഇപ്പൊ നമ്മള് വൈറ്റമിൻ ഡി, ബോൺ ഹെൽത്ത്, ടീത്ത് ഹെൽത്ത്, ഇതാണ് നമ്മൾ നോർമൽ ഒരു ആൾക്ക് കേൾക്കുക. പക്ഷെ അതിന് ഇമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യും, പല ഹോർമോൺസുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ഒരുപാട് കുറെ വർക്കുകളുണ്ട്. ഇപ്പൊ നമ്മൾ കൊറോണ വന്നപ്പോൾ വൈറ്റമിൻ ഡിക്ക് ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള അറിവ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ അതിന് ഒരുപാട് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എ കണ്ണിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന് അഡീഷണൽ ഒരുപാട് വർക്കുകളുണ്ട്. ഇങ്ങനെ ഓരോ വൈറ്റമിൻസും മിനറൽസും ഒരു വർക്കുകളിൽ അല്ലാതെ വേറെയും വർക്കുകളുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് മെഗ്നീഷ്യം. ബോണിന് നല്ലതാണ്, പക്ഷെ അതിന് ഒരുപാട് 300ഓളം വർക്കുകളിൽ അത് ഇടപെടുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് എല്ലാ വൈറ്റമിൻസും മിനറൽസും. ഈ വർക്കുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: പ്രൈമറി സർവൈവൽ റിലേറ്റഡ് വർക്ക്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്ക്. എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ആദ്യത്തെ റോളാണ്. നമ്മളെവിടെ ജീവനോടെ പിടിച്ചു നിർത്താനുള്ള വർക്കുകൾ ഏതാണോ അതിന് ആദ്യം ഇമ്പോർട്ടൻസ് ആണ് ജീവൻ രക്ഷാ പ്രവർത്തനം. അടുത്തതാണ് റിപ്പയർ വർക്കുകളെല്ലാം നടക്കുന്നത്. ഇനി ഓരോ ലെവലുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബോഡി എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഒരു RDA ലെവലിൽ എബോവ്, സഫിഷ്യന്റ് ലെവലിൽ താഴെ എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യന്റ് ലെവലിൽ ബോഡിയിൽ ന്യൂട്രിയൻസ് എത്തുമ്പോൾ ഏറ്റവും ആദ്യം എങ്ങോട്ട് പോകും? ഇമ്മീഡിയറ്റ് സർവൈവൽ വർക്ക്, അതായത് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിലേക്കായിരിക്കും അത് കഴിഞ്ഞിട്ടേ ബാക്കി എടുക്കുള്ളൂ. അവിടെ ന്യൂട്രിയൻസ് കുറവാണെങ്കിൽ അങ്ങോട്ടായിരിക്കും പമ്പ് ചെയ്യുക. അതിനെയാണ് പറയുന്നത് ടിഷ്യൂ സ്പെസിഫിക് അലോക്കേഷൻ. ഏത് കോശങ്ങളിലാണോ ആവശ്യമുള്ളത് അങ്ങോട്ട് വിടുക, അതിനെ ടിഷ്യൂ സ്പെസിഫിക് അലോക്കേഷൻ എന്ന് പറയും. ഓരോ ആവശ്യങ്ങളനുസരിച്ച് അലോട്ട് ചെയ്യുന്ന പ്രതീതി. അപ്പൊ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്കുകളാണ് അങ്ങോട്ട്, ബാക്കിയുള്ള വൈറ്റമിൻസ് മിനറൽസ് ആണ് അങ്ങോട്ട് പോകുന്നത്. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ട്രയാജ് പ്രിൻസിപ്പിൾ. ഇത് എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്? ഇപ്പൊ ഹോസ്പിറ്റലുകൾ ഇത് വലിയ വലിയ ഹോസ്പിറ്റലുകൾ, അതായത് ഇപ്പൊ നമ്മൾ വലിയൊരു ആക്സിഡന്റിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പ്രിൻസിപ്പിൾ നമുക്ക് അവിടെ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷെ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഒരാളെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാവും. അതായത് പെട്ടെന്ന് ചികിത്സ വേണ്ട ഒരാളെ ആദ്യം കടത്തിവിടും, അയാൾ പെട്ടെന്ന് അറ്റൻഷൻ കൊടുക്കും. ഇത്തിരി കഴിഞ്ഞ് കൊടുക്കേണ്ട ആളെ ഒന്ന് മാറ്റി നിർത്തും, കുറച്ച് കഴിഞ്ഞ് കൊടുക്കേണ്ട ആളെ മാറ്റി നിർത്തും. ഇതിനാണ് ട്രയാജ് പ്രിൻസിപ്പിൾ. ഇത് ഹോസ്പിറ്റലിൽ ട്രയാജ് ചെയ്യാന്ന് പറയും. അതുപോലെ തന്നെ ബോഡിയിലും ഈ ന്യൂട്രിയൻസ് എത്തുമ്പോൾ ഇതേ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. നമ്മുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് അങ്ങോട്ട് വിടുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് മെയിൻ്റനൻസ് വർക്കിലേക്ക് ചെല്ലുക. അപ്പോൾ ഇൻസഫിഷ്യന്റ് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഡെഫിഷ്യന്റ് ആയാലോ, അതായത് അത്യാവശ്യം വേണ്ട വർക്കിന് വേണ്ടാണ് RDA ലെവലിന്, അത് കുറവ് ഡെഫിഷ്യന്റ് ആയാലോ ഇമ്മീഡിയറ്റ് സർവൈവൽ വർക്ക് എല്ലാം പോകും. ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ മെയിൻ്റനൻസ് വർക്കുകൾ പെൻഡിങ് ആവും. അപ്പൊ ഇതിന്റെ സീരിയസ്നെസ് നമ്മൾ അറിയണമെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് അറിയണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. അത് മെഗ്നീഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 300ഓളം വർക്കുകളുണ്ട്. അതിന്റെ പ്രൈമറി ആദ്യത്തെ റോൾ എന്താണെന്നറിയോ? എനർജി പ്രൊഡക്ഷൻ, എനർജി യൂട്ടിലൈസേഷൻ. നമ്മളുടെ ഓരോ കോശത്തിന്റെ അകത്തും എനർജി പ്രൊഡ്യൂസിങ് സെന്റർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് മൈറ്റോകോൺട്രിയ. അവിടെയാണ് എനർജി ഉണ്ടാക്കുന്നത്. ഈ എനർജി വെച്ചിട്ടാണ് സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ട പ്രോട്ടീൻസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഓരോ കോശങ്ങളും നന്നായിട്ട് പ്രവർത്തിച്ചാല് ശരീരം മൊത്തം നന്നായിട്ട് പ്രവർത്തിക്കുള്ളൂ. ഏറ്റവും ചെറിയ യൂണിറ്റ് നന്നായിട്ട് പ്രവർത്തിക്കണം. അപ്പൊ ആ എനർജി ഉണ്ടാക്കുന്ന ആ യൂണിറ്റിന് പറയുന്നതാണ് ATP എന്ന് പറയും. ആ എനർജി യൂണിറ്റിന് പറയുന്ന പേരാണ് ATP. പക്ഷെ എനർജി ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, അത് ബയോളജിക്കലി, അതായത് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിനാവണമെങ്കിൽ ആ യൂണിറ്റിലേക്ക് മെഗ്നീഷ്യം അറ്റാച്ച് ചെയ്യണം. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഈ എനർജി ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മെഗ്നീഷ്യം എത്രമാത്രം ആവശ്യമാണ്? എനർജി ഉണ്ടെങ്കിലല്ലേ ബോഡിയിലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പം മെഗ്നീഷ്യം എത്ര എത്തുന്നോ, ആ എനർജി പ്രൊഡക്ഷൻ സെന്ററിൽ കുറവാണെങ്കിൽ മാക്സിമം മെഗ്നീഷ്യം അങ്ങോട്ട് പോകും. ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള കാര്യങ്ങൾ. എന്താ മറ്റുള്ള കാര്യങ്ങൾ? ഈ മെഗ്നീഷ്യത്തിന് അടുത്ത വേറെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു റോളാണ് DNA റിപ്പയർ. DNA ഡാമേജിന് റിപ്പയർ ചെയ്യാം. നമ്മളുടെ കോശത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇതുമൂലം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷനും കോശങ്ങളിലുണ്ടാവും. പല പല കേടുപാടുകളും DNA ഉണ്ടാവും. അതൊക്കെ നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ അതാത് സമയത്ത് അത് റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. ചെറിയ ഡാമേജുകളുണ്ടോ, അതൊക്കെ റിപ്പയർ ചെയ്യപ്പെടും. അതൊക്കെ പ്രധാനപ്പെട്ട റോള് പ്ലേ ചെയ്യുന്നതാണ് മെഗ്നീഷ്യം. അപ്പം മെഗ്നീഷ്യം കുറവാണ് ചെല്ലണമെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ അവിടെ പെൻഡിങ് കിടക്കും.
ഇപ്പൊ DNA റിപ്പയർ ചെയ്യപ്പെടുന്ന പല പ്രശ്നങ്ങളിലേക്ക് പോകും. ആ സെല്ലിന്റെ പ്രവർത്തനം തന്നെ ബാധിക്കും. ആ സെല്ല് അതിന്റെ ഇഷ്ടം അനുസരിച്ച് പോകും. അതിന്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന്. വൈറ്റമിൻ കെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മനുഷ്യൻ ചലിക്കാൻ പാകത്തിനാണല്ലോ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നടക്കണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഓടണമൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഇവിടെ മുട്ടുമ്പോൾ മുറിവുകൾ ഉണ്ടാവും. പക്ഷെ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ബ്ലഡ് ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് കട്ട പിടിക്കണം. അപ്പൊ കട്ട പിടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വൈറ്റമിൻ കെ കൂടിയേ തീരുള്ളൂ. വൈറ്റമിൻ കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലിവർ ഡിസീസ് ഉള്ളവർക്ക് വൈറ്റമിൻ കെ ഉണ്ടാക്കാൻ പറ്റാത്ത ക്ലോട്ടിങ് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ അവർക്ക് അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർക്ക് ബ്ലീഡിങ് ഉണ്ടാവും. അതിന് വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻസ് എടുക്കണം. ചിലവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ അതിന് വേറൊരു റോൾ ഉണ്ട്. വൈറ്റമിൻ കെ 5-8 തരമുണ്ട്. അതിൽ K1 ആണ് വൈറ്റമിൻ ക്ലോട്ടിങ് ഉണ്ടാവും, ബ്ലഡ് കട്ട പിടിക്കാൻ. അതിൽ K2 എന്ന് പറഞ്ഞൊരു റോളുള്ളത് രക്തത്തില്, അത് ബ്ലഡില്, ബോണിലല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കാൽസ്യം ഉണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് എടുത്ത് വീണ്ടും ബോണിലേക്ക് ഇടും. അപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ കാൽസ്യം അടിയുന്നതിനെ ബ്ലോക്ക് ചെയ്യും. അതിന്റെ ഗുണം എന്താണ്? രക്തക്കുഴലിന്റെ ഭിത്തിയിൽ കാൽസ്യം അടിയുന്നത് ബ്ലോക്ക് ചെയ്യും. ബോണിലല്ലാത്ത നമ്മൾ ഞരമ്പുകളിൽ കാൽസ്യം അടിയുന്നത് ബ്ലോക്ക് ചെയ്യും. അതിന്റെ ഗുണം എന്താണ്? രക്തക്കുഴലിന്റെ ഭിത്തിയിൽ കാൽസ്യം അടിച്ചു കഴിഞ്ഞാൽ ബ്ലോക്കുകൾ ഉണ്ടാവും, സ്ട്രോക്കുകൾ ഉണ്ടാവും. അപ്പോൾ K2 അളവ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയും കുറയാന്നുള്ള കോമൺ സെൻസ് ഇല്ലേ? സോ ഈ വർക്കുകൾ പെൻഡിങ് കിടക്കും. സോ ഇതാണ് അതിന്റെ സീരിയസ്നെസ്. പെൻഡിങ് വർക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് ലെവലിൽ ന്യൂട്രീഷൻസ് എത്തിക്കണം? ഒപ്റ്റിമൽ ലെവലിലാണ് എത്തിക്കേണ്ടത്. ഒപ്റ്റിമൽ ലെവലിൽ എത്തുന്നത് 2 വർക്കും നന്നായിട്ട് നടക്കും. അത് നമ്മൾ എനർജറ്റിക് ആയിരിക്കും, പവർഫുൾ ഇമ്മ്യൂണിറ്റി ആയിരിക്കും, ആന്റി ഏജിങ് ഉണ്ടാവും. ആന്റി ഏജിങ്, പവർഫുൾ ഫൈറ്റിംഗ്, ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾക്ക് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പാകത്തിന് ശരിക്കും നമ്മൾ ഒപ്റ്റിമൽ ലെവലിൽ വേണം ബോഡിയിൽ എത്തിക്കാൻ. അത് എത്രമാത്രം സാധ്യമാവുന്നുണ്ട്? നമ്മുടെ ഇന്നത്തെ രീതിയിൽ സാധ്യമാവുന്നുണ്ട്? പലതും ഡെഫിഷ്യൻ്റ് ആണ്. ഒപ്റ്റിമൽ ലെവലിൽ എവിടെ എത്തുന്നത്? ഒപ്റ്റിമൽ ലെവലിൽ പലതും എത്തുന്ന പോലും ഇല്ല. സോ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ഈ നമ്മൾ ഈ ഇൻഫർമേഷൻസിലൂടെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. എൻ്റെ ആഹാര രീതി കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒപ്റ്റിമൽ ലെവൽ അല്ല ഇത്. അറ്റ്ലീസ്റ്റ് സഫിഷ്യന്റ് ലെവലിൽ പോലും എത്തുന്നില്ലല്ലോ. ശരിയല്ലേ? എൻ്റെ ഭക്ഷണം ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് ഒപ്റ്റിമൽ ലെവലിലല്ല. പല ചലഞ്ചുകളും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. മനുഷ്യ ശരീരം 100-120 വർഷത്തേക്ക് ഗ്യാരണ്ടി സംഭവത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ 60, 70, 40, 80 ആകുമ്പോഴേക്കും തീർന്നു പല പ്രശ്നങ്ങളും കൊണ്ട്. ഇനി നമ്മൾ അടുത്ത കുറവുകൾ നോക്കിയാൽ ഒബീസിറ്റി, തടിയുള്ള ആൾക്ക് കുറവുണ്ട്. അതായത് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ വൈറ്റമിൻ ഡി, ഫാറ്റ് സോൾബിൾ, കൊഴുപ്പിൽ അടിയുന്നതാണ്. ഈ വൈറ്റമിൻ ഡി നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാം കൊഴുപ്പിൽ സ്റ്റോർ ചെയ്യും. ഇത് തടിയുള്ള ആൾക്ക് കൊഴുപ്പിൽ സ്റ്റോർ ചെയ്യപ്പെട്ട് കിടക്കും. അപ്പൊ പെട്ടെന്ന് ആവശ്യം വരുന്ന ആ കൊഴുപ്പിൽ നിന്ന് എടുത്ത് ബ്ലഡിലേക്ക് എടുക്കാൻ ഡിലേ വരും. ഇതിന് പറയുന്നത് റിലേറ്റീവ് ഡെഫിഷ്യൻസി എന്ന് പറയും. പിന്നെ തടി കൂടിയ ആൾക്കാർക്ക് ഇൻഫ്ലമേഷൻ കൂടുതലായിരിക്കും ബോഡിയിൽ. അപ്പൊ അവർക്ക് ആന്റി ഇൻഫ്ലമേഷൻ ആയുള്ള ന്യൂട്രീഷൻസ് നീഡ് കൂടുതലായിരിക്കും. തടിയുള്ള ആൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. സോ അതിന് വേണ്ട ആന്റി ഓക്സിഡൻസും അതിന് വേണ്ട ആവശ്യകത കൂടുതലായിരിക്കും. അപ്പൊ ഇവർക്ക് കിട്ടുന്നത് പോരാ, ആവശ്യങ്ങൾ കൂടുതലായിരിക്കും. സോ അതൊരു കണ്ടീഷൻ. അടുത്തത് ഏജിങ്. നമ്മളൊരു 50 വയസ്സ് അതിനേക്ക് അപ്പുറം പോകുന്തോറും നമ്മൾക്ക് അബ്സോർപ്ഷൻ, 1 ഡൈജഷൻ കപ്പാസിറ്റി കുറയും, 2 അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറയും, വൈറ്റമിൻ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി കുറയും. പക്ഷെ ഏജിങ് ആകുമ്പോൾ എനർജി കുറച്ച് മതി, പക്ഷേ വൈറ്റമിൻസും മിനറൽസും ആവശ്യകത കൂടുതലാണ്. എന്തുകൊണ്ട്? ഡൈജഷൻ ഡിലേ ആവും. ഇനി വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്, തൊലിയുടെ അടിയിലാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ. ഒരു 70 വയസ്സുള്ള ഒരാള് വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവുന്നത് 20 വയസ്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ 4 മടങ്ങ് കുറവാണ്. അപ്പൊ ഏജ് ആകുമ്പോൾ കൂടുതൽ ന്യൂട്രീഷൻസ് ആവശ്യമാണ്. എനർജി കുറവ് മതി. എന്തുകൊണ്ടാ? ആക്ടിവിറ്റീസ് കുറവാണ്. ആക്ടിവിറ്റീസ് കൂടുതലാണെങ്കിൽ എനർജി വേണം. കലോറി കുറവ് മതി, പക്ഷെ ന്യൂട്രീഷൻ നീഡ് കൂടുതലാണ്. ഇന്ന് കാണുന്ന ഡിമെൻഷ്യ ആയിക്കോട്ടെ, പലതും അതെല്ലാം തന്നെ ന്യൂട്രീഷൻ പ്രോബ്ലം, അൽസീമേഴ്സ്, പാർക്കിൻസൺസ്, ന്യൂട്രീഷൻ പ്രോബ്ലംസ് ഒരു പ്രധാനപ്പെട്ട റോളാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കുമോ? ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ, ഇങ്ങനെയൊക്കെ കഴിച്ചങ്ങ് പോയാൽ മതിയോ എന്ന് സ്വയം ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയോ എന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ?
അറ്റ്ലീസ്റ്റ് സഫീഷ്യന്റ് ലെവലെങ്കിലും ന്യൂട്രീഷൻസ് എത്തിക്കുന്ന രീതിയിൽ വേണ്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഒപ്റ്റിമൽ ലെവൽ പോട്ടെ, അറ്റ്ലീസ്റ്റ് സഫീഷ്യന്റ് ലെവലെങ്കിലും എത്തണ്ടേ. അപ്പൊ നമ്മൾ ചിന്തിച്ച് ഇന്നത്തെ നമ്മൾ റെഗുലർ ഡയറ്റ് കൊണ്ട് നടപ്പാവുന്ന കാര്യമാണോ? ഉം. എനിക്ക് മനസ്സിലായത് നടപ്പാവാൻ യാതൊരു സാധ്യതയില്ല. വെരി വെരി ടഫ്. ഇതില് രണ്ടു തരത്തിൽ നമുക്ക് ചിന്തിക്കാം ഇതെങ്ങനെ നികത്താന്നുള്ളത്. ഹാർഡായിട്ട് ചിന്തിക്കാം, സ്മാർട്ടായിട്ട് ചിന്തിക്കാം. ഹാർഡായിട്ട് ചിന്തിക്കാന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം വഴിയാണ് ഇതെല്ലാം നികത്താനാണ് തീരുമാനിച്ചത്. നല്ല കാര്യം തന്നെ, ഭക്ഷണത്തിലൂടെ കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ ഒരു ചലഞ്ച് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന വായു 50-100 കൊല്ലം മുമ്പുള്ള പൊല്യൂഷൻ. കുടിക്കുന്ന വെള്ളത്തിൽ പല പെസ്റ്റിസൈഡ്സും കയറി വരുന്നു, ഭക്ഷണങ്ങളുടെ പല പെസ്റ്റിസൈഡ്സും കളേഴ്സ് കയറി വരുന്നു, മെന്റൽ സ്ട്രെസ് കൂടുതലാണ്, സൂര്യനായിട്ട്. സോ ഇത്രയും ചലഞ്ച് ഫേസ് ചെയ്യണമെങ്കിൽ പണ്ട് 50-100 കൊല്ലം മുമ്പ് കിട്ടുന്ന രീതിയിൽ കിട്ടിയാൽ പോരാ. നമ്മള് 150-200 ഗ്രാം വരുന്ന പല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ബൗള് 7-8 പ്രാവശ്യം കഴിച്ചാൽ മാത്രമാണ് ഇന്നത്തെ ചലഞ്ച്, ഇന്നത്തെ രീതിയിലുള്ള ചലഞ്ച് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് നല്ലത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പക്ഷേ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മളൊന്ന് സ്മാർട്ടായിട്ട്, അത് എത്രമാത്രം പോസിബിൾ ആണ്. 7-8 പ്രാവശ്യം നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. അപ്പോൾ ജോലിക്കൊക്കെ പോകണ്ടേ. നമ്മളൊന്ന് സ്മാർട്ടായിട്ട് ചിന്തിക്കുക. സ്മാർട്ടായിട്ട് ചിന്തിക്കുക എന്ന് വെച്ചാൽ കലോറി കൂടുതൽ, എനർജി കൂടുതലുള്ള ഭക്ഷണത്തിൽ നിന്ന് നമ്മളൊന്ന് കുറവ് വരുത്തുക. പിന്നെ തവിടുള്ള ഭക്ഷണത്തിലേക്ക് മാറുക. നമ്മൾ ബേക്കറി സാധനങ്ങൾ വളരെയധികം കുറയ്ക്കുക. ഷുഗർ കണ്ടന്റ് വളരെയധികം കുറയ്ക്കുക. പിന്നെ ഓർഗാനിക് ഇത് കിട്ടുവാണെങ്കിൽ അതിലേക്ക് മാറുക. ഇങ്ങനെയൊക്കെ കുറെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് കുക്ക് ചെയ്ത് എന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെന്റ് ഇന്നത്തെ കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. ക്വാളിറ്റി സപ്ലിമെന്റേഷൻ കൊടുത്ത് ആ ന്യൂട്രീഷൻ ഗ്യാപ്പ് നികത്താൻ പറ്റിയ ആൾ ബോഡിക്ക് ഇന്ന് ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട ഊർജങ്ങൾ കിട്ടും, അതിന് നല്ല ആരോഗ്യം കിട്ടും. നമ്മൾക്ക് ആ ബോഡി എത്ര കാലമാണോ അത് എൻഡൈറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും കാലം എത്തിക്കാനായിട്ട് പറ്റും. ഇന്ന് നമ്മളുടെ ചിന്തിക്കുന്നത് ഹെൽത്തി ഏജിങ്ങിന് വേണം ചിന്തിക്കാൻ. പ്രായം ഒരു വയസ്സ്, ഒരു ഇയേഴ്സ്, വർഷങ്ങളുടെ കണക്ക് മാത്രം. പക്ഷെ ഹെൽത്തി ആയിട്ട് പ്രായമാവും. നിരങ്ങി നമ്മൾ പ്രായമാവുന്നതിനേക്കാൾ ചിന്തിക്കുന്നതല്ലേ നല്ലത്. ഹെൽത്തി ആയിട്ട് പ്രായമായിക്കോട്ടെ. സോ അതിൽ ബെസ്റ്റ് ബോഡി ഫ്രണ്ട്ലി, ഏറ്റവും വേണ്ടത് ബോഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗാനിക് പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്. സിന്തറ്റിക് കൊടുക്കാം, നോ പ്രോബ്ലം. പക്ഷേ ബോഡി ഫ്രണ്ട്ലി ആവുന്ന എത്രയാണെന്ന് അറിയാം. പ്ലാന്റ് ബേസ്ഡ് സാധനങ്ങൾ ബോഡി ഫ്രണ്ട്ലി ആയിരിക്കും. ബോഡിക്ക് ഇഷ്ടം അതാണ്. ബോഡി പെട്ടെന്ന് വലിച്ചെടുക്കും, പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യും. സിന്തറ്റിക് ഉപയോഗിക്കും, പക്ഷെ ബോഡിക്ക് സിന്തറ്റിക് യൂട്ടിലൈസ് ചെയ്യാൻ ഡബിൾ എഫർട്ട് വേണം, ട്രിപ്പിൾ എഫർട്ട് വേണം. യൂട്ടിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷെ ഏറ്റവും ബോഡി ഫ്രണ്ട്ലി പ്ലാന്റ് ബേസ്ഡ് തന്നെയാണ്. അത് യാതൊരു സംശയവും. അതിൽ നമ്മൾ വളരെയധികം ലക്കിയാണ്. എന്ന് വെച്ചാൽ ഈ ന്യൂട്രിലൈറ്റ് 90 years old 100% റിലയബിൾ ഓർഗാനിക് ഫുഡ് സപ്ലിമെന്റ് ബ്രാൻഡാണ്. അവരുടെ സ്വന്തം ഓർഗാനിക് ഫാമിലാണ് അത് ഉണ്ടാക്കുന്നത്. സ്വന്തം ഓർഗാനിക് ഫാമിലാണ് അതുണ്ട്. 6500ഓളം ഓർഗാനിക് ഫാം, സീഡ് ടു പ്രോഡക്റ്റ് അവരുടെ മേൽനോട്ടത്തിലാണ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും. ഇത് നല്ലതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ബ്രാൻഡ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുക. വർത്താണോ ഇല്ലെന്ന്, എത്രമാത്രം ക്രെഡിബിൾ ആണെന്നുള്ളത്. ഒരു ലീഡ് ഗോൾഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്ലാന്റാണ്. ലീഡ് ഗോൾഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ്, എനർജി, എൻവയോൺമെന്റ്, ഡിസൈൻ വേൾഡ് ക്ലാസ് സർട്ടിഫിക്കേഷൻ ആണ്. അതായത് ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിന് ക്വാളിറ്റി അഷുറൻസിൽ കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെയോ 200+ ടെസ്റ്റുകൾ നടത്തും ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും. അതായത് റോ മെറ്റീരിയൽസ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഫിനിഷ്ഡ് പ്രോഡക്റ്റിലും ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ ISO 900 സർട്ടിഫിക്കേഷൻ ഉണ്ട്. മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ക്വാളിറ്റി മാനേജ്മെന്റിന് കൊടുക്കുന്ന ISO 900 സർട്ടിഫിക്കേഷൻ, ISO 22716 ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസിന് കൊടുക്കുന്ന സർട്ടിഫിക്കേഷനാണ്. FSSC 22000 അത് കൊടുക്കുന്നത് ഫുഡ് സേഫ്റ്റി സിസ്റ്റം സർട്ടിഫിക്കേഷൻ, അതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. NSF നാഷണൽ സാനിറ്റേഷൻ ഫൗണ്ടേഷൻ അതിനുള്ള സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളതാണ്. NABL എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ഫുഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഇങ്ങനെ FSSA ആയിട്ട് ഇത് ഇങ്ങനെ ഒരുപാട് ഇത് ബ്രാൻഡുകൾ സർട്ടിഫൈഡ് ഉള്ള ബ്രാൻഡാണ്. എക്സലന്റ് ആയിട്ട് നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡാണ്. സോ എനിക്കിത് നല്ലതായിട്ട് തോന്നി. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. വർത്തിയാണെങ്കിൽ ഡിസൈഡ് ചെയ്യുക.
എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യവും ഹെൽത്തിൽ ഫുഡിനുള്ള പ്രാധാന്യവും ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തരും നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെടുത്തുക എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.